ഒരു VIP പെട്ടി ഉണ്ടായിരുന്നു അച്ഛന്. അതിലൊരു നമ്പർ ലോക്കാണ്, 3 അക്കമേ ഉള്ളൂ ആ ലോക്ക്, നമ്പർ ലോക്ക്. അത് മറന്നു പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്ററിൽ എഴുതിയിട്ട് പെട്ടിയുടെ അടിയിൽ ഒട്ടിച്ചു വെച്ച ആളാ അച്ഛൻ. ആ അച്ഛൻ ഇന്ന് ഇത്രയും ഫോണുകളും ആപ്പുകളും ഒക്കെ കൊണ്ടു നടക്കുന്ന എന്നോട് പറയുകയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ സുഖമാണെന്ന്. നോക്കൂ, എന്റെയൊക്കെ ഇപ്പൊ ഫോണിൽ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ബാങ്കിന്റെ ഒക്കെ ആപ്പിന് ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ പൈസ ആരും പറ്റിക്കാണ്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് നമുക്ക് അതുകൊണ്ട് സഹായിക്കും. പക്ഷേ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെ ഒക്കെ ആപ്പിന് എന്തിനാണ് പാസ്വേഡ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ കഴിക്കുന്ന 2 പൂരി ഒരു കിഴങ്ങേറിയും കട്ടുകൊണ്ട് പോകാൻ മാത്രം ഗതികെട്ട ഏതെങ്കിലും കള്ളൻ ഈ നാട്ടിലുണ്ടോ? എങ്കിലും നമ്മളെ കൊണ്ട് ഇവരൊരു പാസ്വേഡ് ഇടിക്കും. പാസ്വേഡിന് വേണ്ട പ്രത്യേകത എന്താ? ഇത് ഓർക്കാൻ പറ്റുന്നതായിരിക്കണം, അല്ലേ? നമ്മൾ പാസ്വേഡ് അടിക്കും, എങ്ങനെ പോലും മറന്നു പോകും. അത് മറന്നു പോകാനൊരു കാര്യമുണ്ട്. എവിടെയൊക്കെ പാസ്വേഡ് എന്നുള്ള കോളം ഉണ്ടോ അതിന്റെ തൊട്ട് താഴെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നമ്മൾ മറക്കുമെന്നുള്ളത് അവർക്കറിയാം. അപ്പൊ നമ്മൾ പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ തുടങ്ങും. ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവൻ പറയും ദിസ് ഈസ് ടു ഈസി. നമുക്ക് ഈസി ആണെന്ന് പുള്ളിയെ തീരുമാനിക്കുന്നത്. നമ്മുടെ ഓർമ്മശക്തി നമുക്ക് തന്നെ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ അടിച്ചു തുടങ്ങുമ്പോൾ പറയും ഒരു അക്കം കൂടെ ചേർത്തു, ഒരു അക്ഷരം കൂടെ ചേർത്തു, ഒരു ചിഹ്നം കൂടെ ചേർത്തു. അങ്ങനെ നമുക്ക് പരിചയമുള്ള മക്കളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം കഴിഞ്ഞ് ലോകത്തില്ലാത്ത എന്തെങ്കിലും ഒരു വാക്കുകളുടെ കോമ്പിനേഷൻ കൊണ്ട് ഒരു 2 മാസം കഴിഞ്ഞാൽ മറന്നു പോകുന്ന ഒരു പാസ്വേഡ് ഇവര് തന്നെ നമ്മളെ കൊണ്ട് വീണ്ടും ഉണ്ടാക്കിക്കും. പഴയത് അടിക്കാൻ പറഞ്ഞാൽ പറയും ലാസ്റ്റ് ഉപയോഗിക്കരുതെന്ന്. അപ്പൊ അവർക്ക് അറിയാം നമ്മുടെ പാസ്വേഡ് ഏതാണെന്ന്. എന്നിട്ട് നമ്മളെ കൊണ്ട് ഇത് വീണ്ടും അടുപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും യു ആർ നോട്ട് എ റോബോട്ട്. അത് ഞെക്കണം. ഈ പാസ്വേഡ് മറന്നുപോയ ഞാനൊരു റോബോട്ടാണോ എന്ന് സംശയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? റോബോട്ടാണോ ഇത് മറന്നുപോകുമോ? നമ്മൾ അതടിക്കും. അതടിച്ചു കഴിയുമ്പോൾ ക്യാപ്ച എന്ന് പറഞ്ഞൊരു സാധനം വരും. സി ഇങ്ങനെ നിൽക്കുന്ന, കെ ഇങ്ങനെ നിൽക്കുന്ന, ടി ഇങ്ങനെ നിൽക്കുന്ന, ഇത് മുഴുവൻ നമ്മൾ അടിച്ചു കയറ്റും. ഇത് അടിച്ചു കയറ്റി കഴിയുമ്പോൾ പറയും ഒരു OTP വിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റണം എന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് വിക്ഷേപം പോലെ കൗണ്ട് ഡൗൺ തുടങ്ങും. 50, 49, 48, 47. നമ്മൾ കാത്തിരിക്കുന്നു, OTP വരുന്നില്ല, ടെൻഷനായി. 30, 29, 28, 27, 26 OTP വന്നിട്ടില്ല, ടെൻഷനായി. 20, 19, 18, 17, 16 OTP വന്നിട്ടില്ല, പൊടും ടെൻഷൻ. 10, 9, 8, 7 OTP വന്നിട്ടില്ല. ഓടി ചെല്ലുന്നു, റീസെന്റ് OTP അടിക്കുന്നു, 2 OTPയും കൂടെ ഒന്നിച്ചു വരുന്നു. ഇനിയിപ്പോ ഇതിലേതടിക്കണമെന്നുള്ളത് അതിനേക്കാളും വലിയ ടെൻഷൻ. ഇത്രയൊന്നും ടെൻഷൻ എന്റെ അച്ഛൻ അടിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എന്നിട്ട് ആ പ്ലാസ്റ്റർ പറഞ്ഞു പോയിട്ട് VIP പെട്ടി വികാസിനെ പൊളിച്ച ആളാണ് പറയുന്നത് പണ്ട് കളിക്കുന്നതിന് ഭയങ്കര സുഖമാണ്, ഇപ്പം നിങ്ങളൊക്കെ ഭയങ്കര സുഖമായിട്ടാണ് ജീവിക്കുന്നതെന്നുള്ളത്. വാട്സപ്പ് ഗ്രൂപ്പുകൾ എത്ര ഗ്രൂപ്പിലുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ പഠിച്ച 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, പ്രീ ഡിഗ്രി, എന്റെ 3 മക്കൾ പഠിക്കുന്ന ക്ലാസ്, ഫ്ളാറ്റ്, ഞാൻ ഇന്നലെ അഭിനയിച്ച സിനിമ, വരാൻ പോകുന്ന സിനിമ, കഴിഞ്ഞ പരിപാടി, വരുന്ന പരിപാടി, ഇത്രയും പരിപാടികളുടെയും കൂടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ചേർത്തിട്ടിരിക്കുകയാണ്. എന്റെ ഇതിനൊക്കെ പുറമെ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. എന്റെ ഒരു വല്യമ്മാവനൊക്കെ ഉണ്ട്. ഇയാൾ 5 മണിക്ക് എണീക്കും. എന്തിനാ എണീക്കണമെന്ന് ഒരു പിടുത്തവുമില്ല. 5 മണിക്ക് എണീറ്റിട്ട് ഒരു ഗുഡ് മോർണിംഗ് അയക്കുകയാണ്. ഏതെങ്കിലും പ്രാവ് ഒലിവിന്റെ ഇല കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഒരു ചായ ഗ്ലാസും ഒരു പേനയും ഒരു മുത്തുമാല്. ഇയാള് പേന തൊട്ടിട്ട് 25 30 വർഷമായി. ഈ പുള്ളിയാണ് ഗുഡ് മോർണിംഗും ഒരു സന്ദേശവും. എന്നിട്ട് ചില സന്ദേശങ്ങൾ എന്നാ അറിയോ? അച്ഛൻ കൊണ്ട് വെയിലാണ് നിങ്ങൾ അനുഭവിക്കുന്ന തണൽ. അച്ഛനെ സ്നേഹിക്കുന്നെങ്കിൽ തമ്പിടുക. എനിക്ക് അച്ഛനെ സ്നേഹമുണ്ട്, ഈ അമ്മാവനെ സ്നേഹമില്ല. പക്ഷെ ഈ ഗ്രൂപ്പിൽ അച്ഛനുണ്ട്, ഞാൻ ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തൊരു പ്രഷറാണ് ഈ അമ്മാവനൊക്കെ ഇതിന്റെ പേരിൽ നമുക്ക് തരുന്നതെന്നറിയാവോ? അപ്പോ എല്ലായിടത്തും ഉണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. അങ്ങനെ അമീബ ഉണ്ടാകുന്ന പോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അത് പൊട്ടിപ്പൊളിഞ്ഞ് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പൊ ഈ പരിപാടി നടത്താൻ തന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടാവും MLA നേതൃത്വത്തിൽ. പിന്നെ ആ ഗ്രൂപ്പ് പൊളിഞ്ഞ് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടാവും, MLA ഇല്ലാത്തത്. ആ ഗ്രൂപ്പിലായിരിക്കും MLA കുറ്റം പറയുന്നത്. പിന്നെ അത് മാറ്റി പറയും, അത് പറയും. അങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ നടക്കുന്നത്. അപ്പോ വളരെ സങ്കീർണമായ സോഷ്യൽ മീഡിയയെ കുറിച്ചൊക്കെ കളക്ടർ പറഞ്ഞു, വളരെ സങ്കീർണമായ ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.